നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് AI ക്യാമറയുടെ ഫൈന് നമ്മുടെ വണ്ടികൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ വണ്ടിക്ക് AI ക്യാമറ ഫൈന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് അടയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വണ്ടികൾക്ക് ഫൈൻ വന്നിട്ടുണ്ടെങ്കിൽ ഓൺലൈനായി നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് പേയ്മെൻറ്റ് അടയ്ക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പരിവാഹൻ എന്ന് പറയുന്ന ഗവൺമെൻറ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നെക്സ്റ്റ് ജനറേഷൻ പരിവാഹൻ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ്. അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെർച്ച് ബാറിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കാണുന്ന നെക്സ്റ്റ് ജനറേഷൻ പരിവാഹൻ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓപ്പണായി വരും. ഓൾറെഡി നമ്മൾ പരിവാഹൻ ആപ്പ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ പിന്ന് അടിച്ച് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ വരും. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാനുണ്ടാകും. കേരള എന്നുള്ളത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മുടെ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്. അത് RCയിൽ എന്താണോ അടിച്ചിട്ടുള്ളത്, നിങ്ങളുടെ വണ്ടിയുടെ RC ബുക്കിലുള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള അതേ പേര് തന്നെ ഇവിടെ അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 6 അക്ക പിൻകോഡാണ്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 6 നമ്പർ അടിച്ചു കൊടുത്താൽ മതി. താഴെ കൺഫേം എന്നുള്ളിടത്തിൽ ഒന്നുകൂടെ ഈ നമ്പർ തന്നെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ ID യും അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ യൂസർ നെയിം എൻ്റെ മൊബൈൽ നമ്പർ തന്നെയാണ്, അത് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി പിന്ന് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ അടിച്ചു കൊടുക്കണം. അടക്കമുള്ള പിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ വിത്ത് പിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേരും വെൽക്കം എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ബ്ലൂ കളർ മെനു കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെഹിക്കിൾ വെച്ച് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഇൻഷുറൻസ് വെച്ച് PUCC എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ പുക പരിശോധന ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ വെഹിക്കിൾ എന്നുള്ളത് തന്നെ സെലക്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വെഹിക്കിൾ എന്ന് വന്നിട്ടുണ്ട്. എൻ്റർ വെഹിക്കിൾ നമ്പർ എന്നുള്ളിടത്തിൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്യുക. വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ വരുന്നതാണ്. വണ്ടിയുടെ നമ്പർ ഇവിടെ വന്നിട്ടുണ്ടാകും, ഓണർ നെയിം വന്നിട്ടുണ്ടാകും, എവിടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നിവിടെ വന്നിട്ടുണ്ടാകും. അതേപോലെ തന്നെ എന്ത് വണ്ടിയാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ടാകും. ഫ്യൂൽ ടൈപ്പ് BS ഏതാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ടാവും. എമിഷൻ നോം എന്ന് പറയുന്നത് അതാണ്. BS3 ഉണ്ട്, BS4 ഉണ്ട്, BS5 ഉണ്ട്, ഇപ്പോൾ BS6 ഉണ്ട്. അപ്പോൾ അതിലേതാണ് എന്നുള്ളത് പറയുന്നുണ്ടാകും. വണ്ടി എത്ര വർഷമായി എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ടാകും. അതേപോലെ ഡീറ്റെയിലുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. വെഹിക്കിൾ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണ്, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ഡേറ്റും ഫിറ്റ്നസ്സും ടാക്സും ഇൻഷുറൻസും പുകയുടെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതിൻ്റെ നേരെ താഴെയായി നിങ്ങൾക്ക് വ്യൂ ചലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു നമ്പറിൽ വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഒരു ചലാൻ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ AI ക്യാമറ തന്നിട്ടുള്ള ഫൈന്. ഇത് വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്, അതായത് ഓണറുടെ പേര്, വണ്ടിയുടെ RC നമ്പർ വന്നിട്ടുണ്ടാകും, ചലാൻ നമ്പർ വന്നിട്ടുണ്ടാകും. ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജായി വന്നിട്ടുണ്ടാകും. ഇനി അത് കാണുന്നില്ലെങ്കിലും ഇവിടെ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. എന്നാണ് വന്നത് എന്നുള്ളത് ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ലൊക്കേഷൻ എവിടെയാണ്
നിങ്ങൾക്ക് ഈ ഫൈന് കിട്ടിയിട്ടുള്ളത് എന്നിവിടെ കാണിക്കുന്നുണ്ടാകും. ഓഫൻസ് എന്താ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. റീഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതുകൊണ്ട് വന്നിട്ടുള്ള ഫൈനാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ താഴെ സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ ഫൈന് അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ താഴെ വ്യൂ മോർ എന്നുള്ളത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ OTP എന്നുള്ള ഈ സ്ഥലത്ത് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ചലാൻ ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ്, റെസിപ്റ്റ്. ഈ 3 കാര്യങ്ങളുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ചലാൻ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റത്തത് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് പേയ്മെൻറ്റും റെസിപ്റ്റുമാണ്. താഴെ എമൗണ്ട് കാണിക്കുന്നുണ്ട്. 250 രൂപയാണ് ഞാൻ അടയ്ക്കേണ്ടത്. അപ്പോൾ പേ നൗ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ പേയ്മെൻറ്റ് ID ഇവിടെ വന്നിട്ടുണ്ട്. ഈ വാഹൻ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഗവൺമെൻറ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത്. എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്ന അവിടെ ഒരു സെലക്ഷൻ ബട്ടൺ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ട്രഷറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഗവൺമെൻറ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ട്രഷറിയാണ് ഈ ട്രഷറി എന്ന് പറയുന്നത്. അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെ ഐ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ ചലാൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നെറ്റ് ബാങ്കിങ് ഉണ്ട്. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഗേറ്റ്വേ 1, പേയ്മെൻറ്റ് ഗേറ്റ്വേ 2 എന്ന് പറയുന്ന 3 ഓപ്ഷനുകളുണ്ട്. ഇതിൽ നെറ്റ് ബാങ്കിങ് വഴിയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെങ്കിൽ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് സെലക്ട് ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 പ്രിഫേർഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം, UPI പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് UPI പേയ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്, അതായത് ഗൂഗിൾ പേ വഴി. അതിന് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു GRN ജനറേറ്റഡ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. അത് പേയ്മെൻറ്റിൻ്റെ നമ്പറാണ്. അത് ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. അപ്പോഴും ഇവിടെ 3 ഓപ്ഷനുകൾ മുകളിൽ വന്നിട്ടുണ്ട്. അതായത് കാർഡ്സ് വഴിയാണോ, നെറ്റ് ബാങ്കിങ് വഴിയാണോ, UPI പേയ്മെൻറ്റ് വഴിയാണോ ചെയ്യുന്നത് എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഞാൻ UPI പേയ്മെൻറ്റ് വഴിയാണ്. അതുകൊണ്ട് 3ാമത്തെ ഓപ്ഷനായിട്ടുള്ള UPI സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ താഴെ നമുക്ക് ഭീം വന്നിട്ടുണ്ട്, ആമസോൺ പേ വന്നിട്ടുണ്ട്, ഗൂഗിൾ പേ വന്നിട്ടുണ്ട്, ഫോൺ പേ, Paytm എന്നിവ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഗൂഗിൾ പേ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ പേ സെലക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റർ UPI അഡ്രസ്സ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഗൂഗിൾ പേയിലുള്ള UPI അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ആ ഒരു സെലക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് UPIയുടെ അവസാന ഭാഗത്ത് എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അത് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള UPI ID ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വെരിഫൈ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അടിച്ചിട്ടുള്ള UPI ID ശരിയാണോ എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ടിക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്, അത് തെറ്റിപ്പോയിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അത് പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും. പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ UPI പിന്ന് അടിക്കാൻ പറയും ഗൂഗിൾ പേയുടെ. അത് അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ് ആകുന്നതാണ്. ഇത്തരത്തിൽ ടിക്ക് മാർക്ക് വരുന്നതാണ്. നേരെ പിറകോട്ട് തന്നെ പോകുന്നു. നേരെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പരിവാഹൻ ആപ്ലിക്കേഷൻ തന്നെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വീണ്ടും നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. വണ്ടിയുടെ നമ്പർ അടിച്ച് സെർച്ച് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും താഴെ വ്യൂ ചലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചലാൻ പേയ്മെൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ എത്തി നോക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റാറ്റസ് ഡിസ്പോസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്.
ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ വണ്ടികൾക്ക് വന്നിട്ടുള്ള ഫൈൻ ഓൺലൈനായി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, അതിനുള്ള മറുപടി ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.